നമസ്കാരം. ടൈം ലൈൻ അക്കാദമിയുടെ പുതിയ കോഴ്സായിട്ടുള്ള ആർട്ട് വർക്ക്ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചിത്രം വരയ്ക്കാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ആർട്ട് വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന വർക്കുകൾ നിങ്ങളിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്തരത്തിലൊരു കോഴ്സ് തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള 6ഓളം ഐറ്റംസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ചിലവരൊക്കെ പറയുന്നേക്കാം ചിത്രം വര എന്ന് പറയുന്നത് ജന്മസിദ്ധമായ കഴിവാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് പരിശ്രമിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് സ്ഥിരമായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെ ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിത്രം വര എന്ന് പറയുന്ന സാധനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഒരുപാട് ആർട്ട് വർക്കുകൾ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടാം? നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വർക്കുകളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പൊതുവേ നമ്മൾ ഈ ആർട്ട് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ മടുപ്പ്. നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് സമയം നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഈ മടുപ്പൊക്കെ വരുന്നത്. പക്ഷേ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ, നമ്മുടെ ഈ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മടുപ്പ് എന്ന് പറഞ്ഞ സാധനം വരാൻ തീരെ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ 3-4 മണിക്കൂർ സമയം മാത്രമേ വരുന്നുള്ളൂ. പോരാത്തതിന് നമ്മൾ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഒക്കെ നല്ല 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്ത് പോവാം. അത് നമുക്ക് അതിൻ്റെ ഇടയിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ചിലപ്പോൾ പാട്ട് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമ റൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടും ഇങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മൾ അതിൽ തന്നെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ ഭയങ്കരമായിട്ട് നമുക്ക് പേഴ്സണലി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ കോഴ്സായിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പകുതി ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ വർക്കൊക്കെ തുടങ്ങുന്നത്. നമുക്ക് ചെയ്യേണ്ട പിക്ചറിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഫിനിഷിങ്ങിൽ എത്തിച്ചതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള വർക്കിലേക്ക് കിടക്കുന്നുള്ളൂ. അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇത് ഇത്ര സിമ്പിളായിരുന്നു, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ വർക്കിനും കൃത്യമായിട്ട് ക്ഷമ വേണം. നമ്മൾ കുറച്ച് സമയം ഇതിന് വേണ്ടി ഇരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ആ ഇരിക്കുന്ന സമയത്ത് നല്ല പോലെ വൃത്തിയോടെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉറപ്പ് ടൈം ലൈൻ അക്കാദമിക്ക് തരാൻ കഴിയും. നമ്മൾ ഈ പെൻസിൽ ഡ്രോയിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൽ ഭയങ്കര വില കൂടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള വർക്കുകളിലൊന്നും അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഒരു കട്ട് ചെയ്യണം, ഒരു പേപ്പർ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും സിമ്പിളായിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു ടൂള് മതി. ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൂള് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്ക്, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ആർട്ട് വർക്കിലൊക്കെ വരുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ ഒരു വർക്ക് ചെയ്ത് പകുതി വെച്ചൊക്കെ നിർത്തി പോവുക, അല്ലെങ്കിൽ നമുക്കത് മുഴുവനാകുമ്പോഴേക്കും നമുക്കതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് അയ്യോ ഇത് ശരിയാവൂലേ എന്നുള്ള സംശയത്താൽ അത് ഡ്രോപ്പ് ചെയ്ത് പോവുക. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ വർക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊരു ഡിഫറെൻറ്റ് ആർട്ട് വർക്കുകളാണ്. നമ്മുടെ കയ്യിലുള്ള ഈ വർക്കുകളൊക്കെ നമുക്കിങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും മനസ്സിലാവും ഇതിൻ്റെ റിസൾട്ടായി തുടങ്ങി, ആഹാ കൊള്ളാലോ എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തിപ്പോവാനോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ മടക്കി വെക്കാനോ എന്നുള്ള ചിന്ത ഒന്നും വരില്ല. നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കും അല്ലെങ്കിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യൽ യുണീക്കായിട്ട്, അത് നമ്മുടേതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പല രീതിയിലുള്ള ആർട്ട് വർക്കുകളും ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനും പറ്റും. പക്ഷേ ഇതൊന്നും അല്ലാതെ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആർട്ടുകളുണ്ട്. നമ്മളിവിടെ ഈ കോഴ്സ്, അതായത് ഈ 6 ഐറ്റംസ് പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇതിലൂടെ പുതിയ ആർട്ടുകൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ കോഴ്സിൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒരു പോർട്രേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണാം, പേപ്പർ കട്ട് ചെയ്ത് ലൈറ്റിൽ കാണിക്കുമ്പോൾ അതിനൊരു ഫേസ് തെളിഞ്ഞ് വരുന്ന ഈ വർക്ക് ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇതിൻ്റെ സീക്രട്ട് ചോദിച്ചിട്ടുണ്ട്. ആരും പറഞ്ഞുതരാൻ തയ്യാറായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 8-9 തവണ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ സീക്രട്ട് എങ്ങനെയെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കൂടെയുള്ള വർക്കുകളും. പല വർക്കുകളും ഞാൻ ആരും ചെയ്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ ഒന്നുമല്ല, നമ്മൾ ചെയ്ത് പഠിച്ചെടുത്തിട്ടുള്ള വർക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് വരുന്നത്, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് പുതിയ എന്തുണ്ടാക്കാൻ പറ്റും, പുതിയ വർക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഐഡിയ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ ഈ കോഴ്സിലെ ഒരു ഐറ്റം എന്ന് പറയുന്നത്
നമ്മൾ വ്യത്യസ്ത കളറിലുള്ള പേപ്പറുകൾ വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഇത് നമ്മളെ ബ്ലാക്ക് ചാർട്ട് പേപ്പർ, വൈറ്റ് A4 കുറച്ച് കട്ടി കൂടിയതാണ്, ഗ്രേ കളറ് A4 കട്ടിയിലുള്ള ഒരു പേപ്പർ, കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സാണ്. ഈ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കാണ് ഈ കാണുന്നത്. ഈ വർക്ക് ചെയ്യാൻ എനിക്ക് ഏകദേശം 3-4 മണിക്കൂർ സമയം മാത്രം വന്നിട്ടുള്ളൂ. ഈ 4 മണിക്കൂർ കൊണ്ട് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ആർട്ട് വർക്കാണിത്. ഇതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ആർട്ട് വർക്കിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് എവിടെ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യുക, ഇതെങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക, ഇത് ഏത് രീതിയിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ കോഴ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ട് വർക്കുകൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വെറുതെ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ച് നിന്നാൽ മതി. നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറയും. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ചെയ്തു തുടങ്ങാം. വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റുകൾ, ആർട്ട് വർക്കുകൾ ചെയ്ത് പഠിച്ച് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.